അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ നമുക്ക് വലിയ ദുഃഖത്തിലായി. അങ്ങനെ മഹാനവരുടെ മയ്യത്ത് കാണാൻ പോയ പലരും നിങ്ങളെ കൂട്ടത്തിലുണ്ടാകാം. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെ പോയപ്പോൾ കണ്ടത്. ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നാം ആദ്യം ആ മയ്യത്തിനരികിൽ പോയി ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രകടമാകുന്ന ചില അടയാളങ്ങളെക്കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ദ മൗതിഹി സലാസുൻ, 3 അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ 3 അടയാളങ്ങളിൽ നമുക്ക് പ്രകടമാകുന്ന ചില അടയാളങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമാകും. കാരണം ഫഹിയ റഹ്മ, അത് റഹ്മത്തിൻ്റെ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൈദരലി ശിഹാബ് തങ്ങൾ മരണപ്പെട്ടു. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു മയ്യത്തിന് 3 അടയാളം പ്രത്യക്ഷമായാൽ അത് നല്ല മയ്യത്താണ്, നല്ല മരണമാണ്, ആ മരണം അള്ളാഹു അനുഗ്രഹിച്ച ഒരു മയ്യത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, ഹൈദരലി ശിഹാബ് തങ്ങളുടെ മയ്യത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ അടയാളമൊക്കെ നമുക്ക് പ്രത്യക്ഷമായി കാണാൻ സാധിച്ചു. അങ്ങനെ ഈ അടുത്ത് മരണപ്പെട്ട മാനൂർ ഉസ്താദ്, ഇവരിലും ഈ അടയാളം കണ്ടു. ഇത് എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുന്നു എന്ന് പറഞ്ഞാൽ, കാരണം ഇവർക്ക് സഞ്ചരിച്ച വഴി വളരെ സിറാത്തുൻ മുസ്തഖീമായ വഴിയാണ് എന്ന് നാം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നത്. മഹാനായ ഷെയ്ഖുന ശംസുല്ലമ വഫാത്തായപ്പോൾ പോയവർ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം അള്ളാഹു കാണിച്ചു തരുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ, കാരണം ഈ റൂട്ട് ശരിയായ റൂട്ടാണ്, ഇതിലൂടെ സഞ്ചരിക്കണമെന്നാണ്. നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു മഹാനവറുകളെ മയ്യത്ത് ഖബറിൽ വെക്കുമ്പോൾ ഹൈന്ദവ സഹോദരന്മാർ പോലും വല്ലാണ്ട് കരഞ്ഞുപോയി. ഒരു മനുഷ്യ ശരീരത്തെയാണ് വെക്കുന്നത്. കാരണം എല്ലാവരോടും, മതമുള്ളവനും മതമില്ലാത്തവനോടും ഹിന്ദു മുസ്ലിം എന്നും നോക്കാതെ എല്ലാവരോടും വളരെ സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും എല്ലാവരോടും ആർക്കും വെറുപ്പില്ലാതെ നല്ല രീതിയിൽ ഒരു സൗമ്യമായ, ജനലക്ഷങ്ങൾ കൂടിയ സ്ഥലത്തും ചുരുങ്ങിയ ആളുകൾ കൂടിയ സ്ഥലത്തും തങ്ങളുടെ പ്രഭാഷണം വളരെ മനോഹരമായിരുന്നു. ആ നടത്തവും അല്ലേ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ മഹാനായ തങ്ങളവരുകൾ പള്ളിയിലേക്ക് വരുന്ന ഒരു ഇതുണ്ട്, നടത്തമുണ്ട്. അതുപോലെ ഒരു പരിപാടിക്ക് നടക്കുന്ന നമുക്ക് കണ്ടവരാണ്, നമുക്ക് കൺമുമ്പിൽ വീഡിയോയിലും പല രീതിയിലും നേരിട്ട് കണ്ടവരാണ് അല്ലേ. ഇതാ കൊതിയത്തി വിശുദ്ധ ഖുർആൻ ഇതാ നൂദിയ ലിസ്വലാത്തി യൗമിൽ ജുമാഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ. ധൃതിയോടുകൂടിയുള്ള നടത്തമായിരിക്കണം ആ ജുമാക്ക് പോകുമ്പോൾ. കാരണം പെട്ടെന്ന് പോകണം. ആ ഒരു നടത്തം കണ്ടിരുന്നു എന്ന്, ഖുർആൻ്റെ നടത്തമായിരുന്നു എന്ന് പലരും പറയാറുണ്ട്. മഹാനവരുടെ ശരീരത്തിൽ പ്രകടമായ 3 അടയാളങ്ങൾ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു മനുഷ്യൻ നല്ലവനാണ്, അവൻ്റെ മരണം നല്ല മരണമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സലാസത്തുൻ 3 അടയാളം. അതിൽ 1 അവൻ്റെ നെറ്റിത്തടം വേർതിരിക്കുമെന്നാണ്. നെറ്റിത്തടം വേർക്കുക എന്നുള്ളത് നല്ല മരണത്തിൻ്റെ അടയാളമാണ്. ആ ഒരു അടയാളം തങ്ങളുടെ മയ്യത്തിൽ കണ്ടിരുന്നു. കണ്ടവരൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ടാകാം. അതുപോലെ രണ്ടാമത്തത് പറഞ്ഞത് അവർക്കുള്ള കണ്ണ് നിറഞ്ഞിരിക്കുന്നതാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നിരിക്കുമെന്നാണ്. സന്തോഷത്തിൻ്റെ കണ്ണുനീർ വന്നിരിക്കുമെന്നാണ് അല്ലേ മരിക്കുന്ന സമയത്ത്. അതുപോലെ മൂക്ക് വികസിച്ചിരിക്കും, മൂക്കിൻ്റെ ദ്വാരം വികസിച്ചിരിക്കും എന്നുള്ളതാണ്. നമുക്ക് നേരിട്ട് കണ്ടതാണ് ആ ശരീരം. അതൊക്കെ ഈ അടയാളങ്ങൾ ആ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. മഹാനായ മാനൂർ ഉസ്താദ് മരണപ്പെട്ടപ്പോൾ ഈ ഒരു അടയാളം നമുക്ക് കാണാൻ സാധിച്ചു. ഇത്തരത്തിലുള്ള അടയാളം അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നത് കാരണം അവർ സഞ്ചരിച്ച വഴി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. 5 നേരം നമസ്കാരത്തിന് നാം ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹു മുസ്തഖീമായ വഴി നീ എന്നെ ഹിദായത്ത് നൽകണേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിൽ അപ്പോൾ ആരുടെ വഴിയാണ്? ഇത്തരക്കാരുടെ വഴി നാം അത് സ്വീകരിക്കണം. അവരുടെ ആ വഴി എൻ്റെ പ്രിയപ്പെട്ടവർ അത് ശരിയായ വഴിയാണ് എന്നുള്ള ഒരു അടയാളം കൂടിയാണ്. മഹാനായ സയ്യിദ് അവർക്ക് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് പരലോകത്ത് ഒരുപാട് ദറജകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് അത്ഭുതമാണ്, ലക്ഷക്കണക്കിൽ ആളുകൾ അസ്മാഉൽ ബദ്രീൻ, അത് ചെറിയവർ വലിയവർ ആണ് പെണ്ണ് എന്നുമില്ലാതെ പണ്ട് കാലത്തൊക്കെ ബദ്ർ മൗലൂദൊക്കെ ഉണ്ടായിരുന്നു. ബദ്ർ മൗലൂദ് ഒരു ഉസ്താദ് ഓതും,
ബാക്കിയുള്ളവരെല്ലാം റളിയല്ലാഹു എന്ന് പറയും. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് അസ്മാഉൽ ബദന് ഓരോ ചെറിയ മക്കൾ പോലും മഹാന്മാരായ ബദരീങ്ങളുടെ പേര് ഒന്നിച്ചിങ്ങനെ പറയുന്ന ഒരു അവസരം, ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൽ വലിയ പങ്ക് മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കുണ്ട്. എവിടെ എല്ലാ പള്ളിയിൽ പോയാൽ ഈ മജ്‌ലിസുൻ നൂറിക്ക് കാണുമ്പോൾ അൽഹംദുലില്ലാ ലക്ഷക്കണക്കിന് ആളുകളാണ് പലയിടങ്ങളിലായിട്ട് ഇത് ചൊല്ലി വരുന്നത്. അൽഹംദുലില്ലാ അതിൻ്റെ ഒരു ആ മഹത്വം മഹാനവർക്ക് എന്നും എപ്പോഴും ഉണ്ടാകും. മഹാനവരുടെ നിർദ്ദേശപ്രകാരമാണ് പല നാടുകളിലും മജ്‌ലിസുൻ നൂറിക്ക് നടക്കുന്നത്. പല അമീരന്മാരേക്ക് പല നാടുകൾ സ്ഥാപിച്ചു, പല ഇടങ്ങളിലും വളരെ ഭംഗിയായി നടക്കുന്നു. പിഞ്ചു മക്കൾ വരെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത മഹാന്മാരായ ബദരീങ്ങളുടെ നാമം വളരെ മനോഹരമായി ഉച്ചരിക്കുന്ന സദസ്സുകൾ നാം കണ്ണുകൊണ്ട് കാണുന്നു. ഇങ്ങനൊരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയത് അത് മഹാനവരുടെ കഴിവാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് മഹാനവരുടെ ഒരു മഹത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അടയാളം നാം കാണുമ്പോൾ ഇത് അള്ളാഹു അവർ സഞ്ചരിച്ച വഴി നല്ല വഴിയാണ്, അതിൽ ധൈര്യമായി നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വഴിയാണ് എന്നത് അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നതാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുന്ന നേരം നല്ലൊരു മരണം അള്ളാഹു നൽകട്ടെ. നല്ല മരണത്തിൻ്റെ അടയാളമുള്ള പുഞ്ചിരിച്ചുകൊണ്ട് അല്ലേ, നല്ല മുഖപ്രസന്നത ഉണ്ടാകുമെന്നാണ്. നല്ല മുഖപ്രസന്നതയോട് ചിരിച്ചുകൊണ്ടുള്ള ആ മരണം, അൽഹംദുലില്ലാ മരിക്കുന്ന നേരം ചിരിച്ചുകൊണ്ട് മരിക്കുന്ന എല്ലാവരും കരയുമ്പോൾ നാം ചിരിച്ചുകൊണ്ട് മരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.